മലയാളത്തിൽ ഉടൻ ആരംഭിക്കാൻ പോകുന്ന തത്സമയ വാർത്താ ചാനലാണ് ബിഗ് ടി വി എന്നുള്ളത്. കേരളത്തിൽ ഇന്നൊരു തത്സമയ വാർത്താ ചാനലിലെ ഏതൊരു ജീവനക്കാരനും ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ വളരെ ഉയർന്ന ശമ്പളവും അതുപോലെ ആനുകൂല്യങ്ങളും ഓഫർ ചെയ്താണ് കേരളത്തിലെ മറ്റ് പല ചാനലുകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ മാധ്യമപ്രവർത്തകരെ ബിഗ് ടി വി കൂട്ടത്തോടെ തങ്ങളുടെ പാളത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലക്ഷ്യം വ്യക്തം തന്നെയാണ്. കേരള മാധ്യമ രംഗത്തൊരു വലിയ മേൽക്കൊയ്മ തുടക്കം മുതൽ സൃഷ്ടിക്കുക എന്നുള്ളത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ എണ്ണം പറഞ്ഞ പ്രമുഖ മാധ്യമപ്രവർത്തകരെ ഒന്നൊന്നായി ബിഗ് ടി വി അടർത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ടിവിയുടെ പണമെറിഞ്ഞുള്ള ഈ വലിയ മുന്നേറ്റത്തിൽ ഏറ്റവും ആദ്യം കനത്ത തിരിച്ചടി കിട്ടിയിരിക്കുന്നത് 24 ന്യൂസിനാണ് എന്നാണ് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഏറ്റവും പുതിയ സംസാരം എന്നത്. ഒപ്പം റിപ്പോർട്ടർ ടിവിക്കും ബിഗ് ടിവിയുടെ വരവ് വലിയ ആഘാതം ഏൽപ്പിച്ചിട്ടുമുണ്ട്. തെലുങ്കാനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തെലുങ്ക് വാർത്താ ചാനലായ ബിഗ് ടിവിയുടെ മലയാളം പതിപ്പാണ് കേരളത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള വലിയ ഇൻവെസ്റ്റർമാരാണ് ഈ ചാനലിന് പിന്നിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം മലയാള മാധ്യമ രംഗത്തെ ടെലിവിഷൻ വാർത്താ ചാനൽ രംഗത്തെ അതികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന 24 ന്യൂസിന്റെയും റിപ്പോർട്ടർ ടിവിയുടെയും CEO ആയിരുന്ന ആ ചാനലുകളെല്ലാം ഒക്കെ തന്നെ ഒറ്റയടിക്ക് വമ്പൻ റേറ്റിംഗിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ അതിലേക്ക് മാറ്റിയെടുത്ത അനിൽ അരൂരിന്റെ സാന്നിധ്യമാണ് ബിഗ് ടിവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഒപ്പം റിപ്പോർട്ടർ ടിവി വിട്ട് ബിഗ് ടിവിയിലേക്ക് ചേക്കേറിയ സുജയ പാർവതി കേരളത്തിലെ രണ്ടാമത്തെ ചാനൽ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കാൻ പോകുന്നു, അതായത് വനിതാ ചീഫ് എഡിറ്ററായി പ്രവർത്തിക്കാൻ പോകുന്നു എന്നുള്ളതും ബിഗ് ടിവിയെ സംബന്ധിച്ച് ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന കാര്യം കൂടിയാണ്. കാരണം സുജയ പാർവതിയുടെ അല്ലെങ്കിൽ സുജയ പാർവതി ഒരു വിഭാഗം ആളുകൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നതിന് കാരണം അവർ റിപ്പോർട്ടർ ടിവിയിൽ പരസ്യമായി സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിന്റെ പേരിലൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് റിപ്പോർട്ടർ ടിവിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ബിഗ് ടിവിയിൽ ഒരിക്കലും സുജയ പാർവതി ഒരു സംഘപരിവാർ ലൗഡ് സ്പീക്കറായി പ്രവർത്തിക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പ്രവർത്തിക്കാൻ കഴിയുകയുമില്ല. കാരണം ചീഫ് എഡിറ്റർ എന്ന നിലയിൽ ഒരു ചാനലിന്റെ പരമപ്രധാന പദവിയിലേക്കാണ് സുജയ ഇരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിഷ്പക്ഷിതമായ മികച്ചൊരു വാർത്താ അവതാരക അല്ലെങ്കിൽ ഒരു വാർത്താ ചാനൽ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ സുജയ പാർവതിയെ ബിഗ് ടിവിയിൽ കാണാൻ കഴിയുമെന്ന കാര്യം എല്ലാവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. സുജയ പാർവതി റിപ്പോർട്ടറിൽ വന്നപ്പോൾ മാത്രമാണ് സംഘപരിവാർ അനുകൂലമായ അല്ലെങ്കിൽ സംഘി ലേബൽ എന്ന ലേബലിലേക്ക് മാറ്റപ്പെട്ടത്. അതിനു മുമ്പ് ഏറെക്കാലം ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നപ്പോഴും അതിനു മുമ്പ് റിപ്പോർട്ടർ ടിവിയിലൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നപ്പോഴും പിന്നീട് 24 ന്യൂസിൽ ഉണ്ടായിരുന്നപ്പോഴുമെല്ലാം ഒന്നും സുജയ പാർവതി അത്തരത്തിലൊരു തീവ്ര സംഘപരിവാറുകാരിയായി മാറിയതേ ഇല്ലായിരുന്നു. അത് റിപ്പോർട്ടറിന്റെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള മാർക്കറ്റിംഗ് തന്ത്രത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുക്കപ്പെട്ട ഒരു പിക്ചർ മാത്രമായിരുന്നു. എന്തായാലും അനിൽ അരൂരിന്റെയും സുജയ പാർവതിയുടെ നേതൃത്വത്തിൽ മലയാളത്തിലെ 8ാമത്തെ വാർത്താ ചാനലായ ബിഗ് ടിവി മിഴി തുറക്കുന്നതിന് മുമ്പ് തന്നെ വലിയ മാറ്റങ്ങൾ മലയാള വാർത്താ ചാനൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വാർത്താ ചാനലിലെ മാധ്യമപ്രവർത്തകർക്ക് ഒരു നിലയും വിലയും കൈവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർക്ക് മികച്ച ശമ്പളവും ആനുകൂല്യം കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഞാൻ അടക്കമുള്ളവർ നിരവധി വാർത്താ ചാനലിന്റെ ഭാഗമായി വർഷങ്ങളോളം പ്രവർത്തിച്ച് പരിചയമുള്ളവർ തന്നെയാണ്. പക്ഷേ വലിയ ശമ്പളമോ പാക്കേജുകളോ ആകർഷമായ സൗകര്യങ്ങളും തന്നെ നമുക്കാർക്ക് ലഭിച്ചിട്ടില്ല. മാസങ്ങളോളം ശമ്പളം മുടങ്ങിയ ചരിത്രമൊക്കെ ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ നേരിട്ടിട്ടുമുണ്ട്. എന്തായാലും അനിൽ അരൂരിന്റെയും സുജയ പാർവതിയുടെ നേതൃത്വത്തിൽ ബിഗ് ടിവി പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ, ഓൺ എയർ ആകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട 2 ചാനലുകൾക്ക് 8ന്റെ പണി കിട്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനമായി പണി കിട്ടിയിരിക്കുന്നത് 24 ന്യൂസിൽ തന്നെയാണ്. 24 ന്യൂസിലെ പ്രബലരായിട്ടുള്ള അവതാരകരെയും റിപ്പോർട്ടർമാരെയും ഒക്കെ ഒറ്റയടിക്ക് ബിഗ് ടിവി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഒരു വൻനിര തന്നെ 24ൽ നിന്നും കൂട്ടത്തോടെ രാജിവെച്ച് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനി അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ എസ് വിജയകുമാറാണ്. എസ് വിജയകുമാർ നിരവധി പേരുടെ സഹപ്രവർത്തകനായിരുന്നു. അതുകൂടെ തന്നെ പലരുടെയും സീനിയറാണ്. ഞാൻ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ സീനിയറായി കാണുന്ന അല്ലെങ്കിൽ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. പണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഇന്ത്യ വിഷനിൽ നിന്നും റിപ്പോർട്ടിലേക്ക് വന്ന് പിന്നീട് കഴിഞ്ഞ 8 വർഷത്തിലേറെയായി 24ൽ ജോലി ചെയ്യുന്ന ആൾ കൂടിയാണ്. അദ്ദേഹം 24ന്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ അവിടെ എക്സിക്യൂട്ടീവ് എഡിറ്ററാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖവും കൂടിയാണ്. ദൃശ്യമാധ്യമ രംഗത്ത് ഒരുപാട് വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. 24 ന്യൂസിൽ നിന്നും ഇപ്പോഴത്തെ ബിഗ് ടിവിയിലേക്ക് പോകുന്നു എന്നുള്ളതും അവരുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടുള്ള എസ് വിജയകുമാർ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. പിന്നെ പോകുന്ന പ്രധാനികൾ എന്ന് പറയുന്നത് അവരുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ആർ അരുൺ രാജാണ്. കൊട്ടാരക്കര ബ്യൂറോ റിപ്പോർട്ടർ കൂടിയാണ് അദ്ദേഹം എന്ന് കൂടി മനസ്സിലാക്കണം. അദ്ദേഹം SKന്റെ ഹോം ബ്യൂറോയിൽ, അതായത് ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന കൊട്ടാരക്കരക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഹോം ബ്യൂറോയിൽ പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കുന്ന ആളാണ് അരുൺ രാജ്. അദ്ദേഹം 24 ന്യൂസിന്റെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിന്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആൾ കൂടിയാണ്. അതിനോടൊപ്പം തന്നെ വയനാട് റിപ്പോർട്ടറായിട്ടുള്ള സുർജിത്ത്, ഒപ്പം തന്നെ
വലിയ തരത്തിലുള്ള പ്രശസ്തരായിട്ടുള്ള ഒരു യുവ മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ടെലിവിഷൻ ജേർണലിസ്റ്റ് ആണ്. നമുക്കറിയാം മുണ്ടക്കെ ചുരുൾമല ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് 24 ന്യൂസിലൂടെ സുർജിത്തിന്റെ അതിവൈകാരികമായ റിപ്പോർട്ടുകളെല്ലാം പലരും കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹത്തെ ആ നാട് ചേർത്ത് പിടിച്ച് ആദരിച്ചതൊക്കെ വലിയ വാർത്തയായിട്ടുള്ളതാണ്. ഒരുപാട് നല്ല വാർത്തകൾ ചെയ്തിട്ടുള്ള 24 ന്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുർജിത്ത്. അങ്ങനെ ഒരു പട തന്നെ 24ൽ നിന്ന് പോവുകയാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ 24ൽ നിന്ന് ബിഗ് ടിവിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. 24 ഡെസ്ക് ചീഫ് രഞ്ജു മത്തായി, 24ലെ തന്നെ 24 ചാനലിലെ നിരവധി PCRലെ അണിയറ പ്രവർത്തകർ എന്നിവരടക്കം വലിയൊരു ടീം തന്നെ ബിഗ് ടിവിയിലേക്ക് പോകുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കണമെന്ന വലിയ പ്രശ്നത്തിലാണ് 24 ഇപ്പോൾ ഉള്ളത്. കാരണം നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, റിപ്പോർട്ടറുമായി കടുത്ത മത്സരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ് 24. 24ൽ നിന്നും അനിൽ അരൂരും സുജയും അരുൺകുമാറും ഒക്കെ റിപ്പോർട്ടറിലേക്ക് പോയതോടെയാണ് 24ന്റെ റേറ്റിംഗ് താഴ്ന്നു തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ കടുത്ത ടീം, അതല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത ടീം ഇതാ അതിനുശേഷം വളർത്തിക്കൊണ്ടുവന്ന ടീം നേരിത ബിഗ് ടിവിയിലേക്ക് പോകുമ്പോൾ 24ന്റെ റേറ്റിംഗിനെയും പ്രകടനത്തെയും അത് ബാധിക്കുമോ എന്ന വലിയ ആശങ്ക തന്നെ മാധ്യമ മേഖലയിൽ ഉള്ളവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലും വലിയ പ്രകടനം വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ ഇതിനോടകം തന്നെ വലിയ പ്രകടനം ഏറ്റിരിക്കുന്നു എന്നുകൂടി പറയണം. കാരണം റിപ്പോർട്ടർ ചാനലിലെ CPMന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിലടക്കം CPMന് വേണ്ടി അമിതാവേശം കാണിച്ച് കേരളത്തിൽ അവരുടേതായ ഒരു അജണ്ട സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായ നിലയിൽ വാർത്തയായി കണ്ടുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കലോ പക്ഷം പിടിക്കലോ ഇല്ലാതെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് രംഗത്ത് വരാനാണ് ബിഗ് ടിവിയുടെ നീക്കങ്ങളെല്ലാം നടക്കുന്നത്. അത് കോൺഗ്രസിന് അനുകൂലമായ നിലപാടാകുമെന്നും പറയുന്നവരുമുണ്ട്. പക്ഷേ അങ്ങനെ മുഴുവനായി കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തുകൊണ്ടുവരുന്ന ഒരു ചാനലിന് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഏവർക്കും അറിയുന്ന കാര്യമാണ്. കാരണം കേരളത്തിന്റെ മാധ്യമ സംസ്കാരം, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ വാർത്താ ചാനലുകൾ സത്യസന്ധതയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. സത്യസംബന്ധമായ വാർത്ത റിയലബിൾ ആയിട്ടുള്ള ഒരു വാർത്ത സോഴ്സ് തന്നെയാണ് നമുക്കിവിടെ ഉള്ളത്. മാത്രമല്ല, അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരുന്നാൽ ആ ചാനലുകളെ ജനങ്ങൾ ഉറപ്പായി മാറ്റി നിർത്തും. കൈരളിക്കൊക്കെ സംഭവിച്ചിട്ടുള്ളത് അത് തന്നെയാണ്. CPMന് വേണ്ടി നിരന്തരം സംസാരിക്കുമ്പോൾ കൈരളി കാണാൻ ആൾക്കാരെ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ TVക്ക് ഉണ്ടായിരിക്കുന്ന ഒരു അപജയമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതും അവർ CPMന് വേണ്ടി വിടുപണി ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡോക്ടർ അരുൺകുമാറൊക്കെ CPMന് വേണ്ടി വെറുതെ കിടന്ന് ന്യായീകരിക്കുന്നു എന്നുള്ള വാദങ്ങളാണ് പുറമേ ഉണ്ടാകുന്ന സംസാരം. അപ്പോൾ റിപ്പോർട്ടറിന് പതിയെ പിന്തുണ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വലിയ സ്പേസിലേക്കാണ് എല്ലാവിധ സർവ്വസന്നാഹങ്ങളുമായി, അതുപോലെ സജ്ജീകരണങ്ങളുമായും മിടുക്കരായ മാധ്യമപ്രവർത്തകരും അത്യാധുനിക സാങ്കേതിക വിദ്യകളുമായി കാഴ്ചകളുടെ മിഴിവും ഒരു പുത്തൻ ഉറവൊക്കെ സമ്മാനിക്കുന്ന ചടുലമായ വാർത്താ സംസ്കാരം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ ചാനൽ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് കേരളത്തിൽ ഒരു വലിയ സ്പേസ് ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം. ഇത്രയും ന്യൂസ് ചാനലുകളെ കേരളത്തിൽ ഇനിയും ഒരു ന്യൂസ് ചാനൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായി വാർത്തകൾ നൽകുന്ന, ആളുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന, അതുപോലെ ജനങ്ങളിലേക്ക് യാഥാർത്ഥ്യം എന്താണോ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സത്യസന്ധമായ ചാനലിന് കേരളത്തിൽ എപ്പോഴും സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ കാരണം മലയാളികൾ ആരുടെയെങ്കിലും പക്ഷം പിടിച്ച് ആർക്കെങ്കിലും വേണ്ടി മാത്രം സംസാരിക്കുന്ന ചാനലുകളെ അവഗണിക്കാറാണ് പതിവുള്ളത്. അല്ലെങ്കിൽ ആ ഒരു പോക്കറ്റിലുള്ളവർ മാത്രമായിരിക്കും ആ ചാനൽ കാണാൻ പോകുന്നത്. ഇവിടെ ബിഗ് ടിവി എല്ലാവർക്കുമുള്ളൊരു സ്പേസ് ആണ് നൽകുന്നത്. അതായത് ഇത്രയധികം പ്രമുഖരായ മാധ്യമപ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടൊരു വലിയ ടീമായിട്ട്, അതായത് ഒരു ചാനലിലെ നട്ടലെന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന അവതാരകർ, ചർച്ച നയിക്കുന്ന ആളുകൾ മാത്രമല്ല, ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടർമാരടക്കമുള്ളവർ ഒരു ചാനലിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. അവരാണ് പ്രാഥമിക വാർത്താ സോഴ്സ് എന്ന് പറയുന്നത്. അത്തരം റിപ്പോർട്ടർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ബിഗ് ടിവി കൃത്യമായ ജാഗ്രത പുലർത്തിയിട്ടുമുണ്ട്. മിടുക്കരായിട്ടുള്ളവരെ മാത്രമാണ് റിക്രൂട്ട് ചെയ്തിട്ടുമുള്ളത്. അപ്പോൾ അത് 24ന് വലിയ തിരിച്ചടിയാണെന്ന് മാത്രമല്ല, ഇവിടെ 24 ഇപ്പോൾ ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി കിട്ടാവുന്നിടത്തുനിന്നൊക്കെ പുതിയ റിപ്പോർട്ടർമാരെയും മറ്റു ചാനലുകളിൽ നിന്നുള്ളവരെയും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ 24നെ സംബന്ധിച്ച് അവരുടെ പ്രധാനപ്പെട്ട മുഖമായിട്ടുള്ള എസ് വിജയകുമാർ പോകുന്നു. അതുപോലെ തന്നെ പണ്ടുണ്ടായിരുന്ന മുഖങ്ങളായിരുന്ന അരുൺകുമാറും സുജയും ഒക്കെ റിപ്പോർട്ടറിലേക്ക് പോവുകയും ചെയ്തു. അതിൽ സുജയ് ഇപ്പോഴത്തെ ബിഗ് ടിവിയിലേക്ക് പോയി. അപ്പോൾ പ്രധാനപ്പെട്ട മുഖമായ ഇപ്പോൾ SKN മാത്രം അവശേഷിക്കുന്നു. ഒപ്പം ഹാഷ്മിയും ഉണ്ട്. പക്ഷേ ഹാഷ്മിയും ഏതെങ്കിലും ഒരു ചാനൽ റിപ്പോർട്ടറോ അല്ലെങ്കിൽ ബിഗ് ടിവിയോ കൊണ്ടുപോകുമെന്നൊരു കഥ പ്രചരിക്കുന്നുമുണ്ട്. കാരണം മാതൃഭൂമി ന്യൂസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്ന മാധുവിനെ റിപ്പോർട്ടർ രവി ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴിതാ അതുപോലെ ജിമ്മി ജെയിംസ് മീഡിയ മണ്ടിലേക്ക് പോവുകയാണ്. വലിയ കൂടുമാറ്റങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകർക്ക് ഒരു കാലത്ത് അന്യായമായിരുന്ന മികച്ച ശമ്പളവും ആനുകൂല്യവും വലിയ പാക്കേജുകളും ഒക്കെ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകരെ തേടിയെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ശരിക്കും മാധ്യമരംഗത്ത് നിലനിൽക്കുന്ന ഈ കിടമത്സരം എന്ന് പറയുന്നത് ശരിക്കും ഗുണകരമാകുന്നത് മാധ്യമപ്രവർത്തകർ തന്നെയാണ്. കഴിവുള്ള മാധ്യമപ്രവർത്തകർ അംഗീകരിക്കപ്പെടുന്ന കാലം കൂടിയാണ്. പണ്ടൊക്കെ മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമായിരുന്നു. എങ്കിലും മാധ്യമപ്രവർത്തകരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കൂടി മനസ്സിലാക്കണം. അവർക്ക് തുച്ഛമായ ശമ്പളമായിരുന്നു, ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അവരെ വല്ലാത്ത രീതിയിൽ പിഴിഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ അനുഭവിച്ചിട്ടുമുണ്ട് പല മാധ്യമപ്രവർത്തകരും. ഞാനടക്കമുള്ളവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതെല്ലാം പലപ്പോഴും
ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ റിപ്പോർട്ടിംഗ് സ്ഥലത്ത് പോയി നിൽക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ചാനലുകളുടെ കിടമത്സരം വർദ്ധിച്ചതോടെ മാധ്യമപ്രവർത്തകർക്ക് ഒരു മൂല്യമുണ്ടായിരിക്കുന്നു. അവരുടെ ശമ്പളവും ആനുകൂല്യമൊക്കെ വർദ്ധിക്കുകയാണ്. ഒരു വലിയ ഗ്ലാമർ മേഖലയായിട്ട് മാധ്യമങ്ങൾ മാറുന്നു, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ മാറുകയാണ്. കാരണം മാധ്യമങ്ങൾ ഇപ്പോൾ ടെലിവിഷൻ എന്നതിൽ നിന്ന് മാറി ഓൺലൈനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ മാധ്യമപ്രവർത്തകർക്ക് വലിയ സ്വീകാര്യത ജനങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുമുണ്ട്. അവരെ കൂടുതൽ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തനം എന്നുള്ളത് ജനകീയമായ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ വളരെ ഗ്ലാമറുള്ളൊരു പണി എന്ന നിലയിലേക്ക് കുറെ കൂടി ഉയർത്തപ്പെടുകയാണ്. എന്തായാലും ബിഗ് ടിവിയുടെ വരവോടുകൂടി കേരള രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാണുകയും ചെയ്യാം. കാരണം അതിനൊപ്പം തന്നെ മാധ്യമരംഗത്തൊരു വലിയ തരംഗം ഉണ്ടാക്കുന്ന, ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും ബിഗ് ടിവിയുടെ വരവെന്ന് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അത് ഏതാണ്ട് തുടങ്ങിക്കഴിയുകയും ചെയ്തു. മാധ്യമപ്രവർത്തകർക്ക് ഏറ്റവും മികച്ച സാലറിയും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു വിപ്ലവത്തിന് ഈ മേഖലയിൽ ബിഗ് ടിവി തുടക്കം കുറിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചാനൽ അവതാരകരെ മുഴുവൻ ഇവർ കൂടെ കൂട്ടിയിട്ടുമുണ്ട്. ചാനൽ റിപ്പോർട്ടർമാരെ കൂടെ കൂട്ടിക്കൊണ്ട് കേരളത്തിൽ നിന്നും മാധ്യമ മേഖലയിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച ടീം എന്നുള്ള ഒരു വിപ്ലവത്തിലേക്കാണ് ബിഗ് ടിവി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഈ മാസം തന്നെ അറിയാൻ കഴിയുകയും ചെയ്യും. ഈ മാസം തന്നെ ബിഗ് ടിവി മിഴിയും തുറക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്.